ഇനി നമുക്ക് കുറച്ച് ചക്ക വരട്ടിയെടുക്കാം കേട്ടോ. അപ്പൊ ഇന്നലെ നമ്മള് പഴുത്ത ചക്ക മുറിക്കുമ്പോൾ പറഞ്ഞു മഴ ആയതുകൊണ്ട് നമുക്ക് അധികം ഒന്നും കഴിക്കാൻ പറ്റില്ല, ബാക്കിയുള്ളതൊക്കെ എടുത്ത് നമുക്ക് വരട്ടാണ്. അപ്പൊ നമുക്ക് ഇതുപോലെ ആദ്യം ചുള ഇരിഞ്ഞിടണം. കണ്ടില്ല, എല്ലാം നമ്മള് ഇങ്ങനെ ചെത്തി വെച്ചിട്ടുണ്ട്. വേഗം നമുക്ക് ചെത്തിയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ വേഗം ചുള ഇരിഞ്ഞിടാൻ എളുപ്പമാണ്. നല്ല വലിയ ചുള കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ചക്കനെ കാണിച്ചാണ്. ഇതാ നല്ല വലുപ്പമുള്ള ചുളയും പിന്നെ കറക്റ്റ് പാകാണ്. നമുക്ക് ചക്ക വരട്ടാനൊക്കെ ആയിട്ട് കറക്റ്റ് പഴുപ്പും അതുപോലെ തന്നെ നല്ല മധുരവും ഉണ്ട്. ഇങ്ങനത്തെ ചക്കയാണ് നമുക്ക് വരട്ടാൻ ഏറ്റവും നല്ലത്. അപ്പം നമ്മളിതാ ഇരിഞ്ഞിട്ടത് ഇവിടെ അമ്മ അങ്ങനെ അരിഞ്ഞിടുന്നുണ്ട്. അപ്പൊ ഇതുപോലത്തെ ചുള നമ്മൾ കൂട്ടാനൊക്കെ വെക്കുന്ന പോലെ കൂട്ടാൻ വെക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ അരിഞ്ഞിടുമല്ലോ, അങ്ങനെ അരിഞ്ഞിട്ടാൽ മതി. വേഗം ഇതൊക്കെ ചുള പറിച്ചിട്ടാൽ ഉമ്മ വേഗം അങ്ങനെ അരിഞ്ഞിട്ടോളൂ. നല്ല ചെറുതാക്കി അരിഞ്ഞാൽ അത്രയും നല്ലതാണ്. അപ്പം കറക്റ്റ് പഴുപ്പായതുകൊണ്ട് നമുക്ക് ഇതുപോലെ അരിഞ്ഞിടാനും എളുപ്പമാണ്. നല്ല പഴുത്ത കുറച്ച് അലിത്തുവും ചക്ക അരിഞ്ഞിട്ടപ്പോഴാ ഇത്രയും ഉണ്ട് കേട്ടോ, 2 ചെമ്പിലായിട്ട്. അപ്പൊ ഇനി നമ്മൾ നല്ലൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുക്കാൻ നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം ഇടരുത്, കുറച്ചിട്ടിട്ട് വേണം. നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് ഇത് അരച്ചെടുക്കുന്നത്. വെള്ളം ഉണ്ടെങ്കിലേ നമുക്ക് ഉരുളിയിലൊക്കെ ഇളക്കുന്ന സമയത്ത് ഇത് തെറിക്കും, വെള്ളത്തിന് അംശം ഉണ്ടെങ്കിൽ. അപ്പൊ തെറിക്കാതെക്കാൻ എന്തായാലും തെറിക്കും. അപ്പൊ അധികം തെറിക്കാതെക്കാൻ നമ്മൾ ഇത്രയും ഇട്ടിട്ട് എന്തെങ്കിലും അരച്ചെടുക്കണം. അപ്പൊ കുറച്ച് സമയം ഇത്രയും ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ കുറച്ചിട്ട് നമുക്ക് വേഗം അരച്ചെടുക്കാം. അപ്പൊ നമ്മൾ അരച്ചെടുത്തതൊക്കെ ഉരുളിയിലോട്ട് ഒഴിച്ചിട്ടുള്ളത്. ഉരുളി നിറയാനായില്ലേ. ഇപ്പൊ ലാസ്റ്റ് തട്ടത് ഇതുകൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ല അരഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് ജാറിന്ന് എടുക്കാനുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മളിവിടെ വെല്ലം ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചക്ക കുറച്ചായി വരുമ്പോൾ അതിലേക്ക് വെല്ലം ഉരുക്കിയത് ഒഴിക്കണം. അപ്പൊ അപ്പോഴത്തേക്കും ഇത് റെഡിയായി കിട്ടും. ഉരുളി അടുപ്പത്ത് വെച്ചു, പുറത്താട്ടോ നമ്മൾ അടുപ്പുള്ളത്. ഇന്നത്തെ പരിപാടി ഇതിങ്ങനെ ഇളക്കി കൊടുക്കലാണ്, ഇങ്ങനെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പൊ തീ ഇങ്ങനെ കുറയുന്നതനുസരിച്ച് നമ്മളിങ്ങനെ ഇഷ്ടം പോലെ ചുള്ളലുണ്ട് നമുക്ക്. ഇതുപോലത്തെ ചുള്ളലാട്ടോ, പ്ലാവിന്റെ ചുള്ളലാണ്. ഇത് പെട്ടെന്ന് കത്തി തീരും കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കണം. ഇളക്കി കൊടുക്കും വേണം, വെച്ചു കൊടുക്കും വേണം. ഇത് നമുക്ക് ആടിന് ഇഷ്ടം പോലെ പ്ലാവില് വെട്ടുന്നോണ്ട് അതിന്റെ കമ്പ് നമ്മൾ ആഞ്ഞെടുക്കും കേട്ടോ. ഇങ്ങനത്തെ ചുള്ളലധികം ഉണ്ടാവിടാറിയോ ഞങ്ങളെ നമ്മളെ എസ്റ്റേറ്റിലൊക്കെ പണിക്ക് പോകുമ്പോൾ തേയിലേന്റെ ചുള്ളൽ ഇതുവരെ കൊടുത്തിട്ട് എല്ലാവരും വിറകാക്കലുണ്ട്. അപ്പൊ തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് നിർത്താതെ ഇളക്കണം കേട്ടോ, അടിയിൽ പിടിച്ചു പോകും. നമ്മള് ഒന്ന് ഇളക്കൽ നിർത്തി കഴിഞ്ഞാൽ അപ്പ സാധനം അടി പിടിക്കും. ചക്ക വരട്ടുന്നതില് ഏറ്റവും വലിയ ടാസ്ക് ഇതാണ്. അതുകൊണ്ടാണ് ഉമ്മക്ക് ഇത് മടിയാന്ന് പറഞ്ഞിട്ടോ. അത് നല്ല പണിയുണ്ട്. ഈ ഒരു ഇളക്കി കൊടുക്കുന്ന പണിയാണ് ഇതിൽ ഏറ്റവും ഇത്. ഇങ്ങനെ തെറിക്കലും തുടങ്ങും. നമ്മൾ തെറിക്കാതെ വെക്കാനുള്ള ഐഡിയ വേഗം ഇളക്കൽ തന്നെയാണ്. നമ്മളധികം വെള്ളം ചേർക്കാതെ അരച്ചെടുത്തോണ്ടേ ചക്കയിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വെള്ളം ചേർക്കാത്തതുകൊണ്ട് അധികം ഒന്നും അങ്ങനെ തെറിക്കൽ കുറയും. എന്നാലും കുറച്ച് കഴിഞ്ഞാൽ തെറിച്ചോണ്ടിരിക്കും. നമുക്ക് വേഗം ഇങ്ങനെ ഇളക്കി ഇതിങ്ങനെ സെറ്റാക്കി എടുക്കാം. നമ്മളെ വലിയ ചട്ടകം ഇപ്പൊ കിട്ടിയിട്ട്, അപ്പം ചെറിയ ചട്ടകം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇത് തെരഞ്ഞിറക്കി ചട്ടകം നമ്മള് ചുള്ളൽ ഒഴിവാക്കിയിട്ട് കുറച്ച് കനമുള്ള വിറകും വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ അങ്ങനെ ആളി കത്തിയിനി ലൈറ്റ് ചൂടാക്കി കിട്ടണം. ഓവർ കത്തി കഴിഞ്ഞാല് ഇതെപ്പം തന്നെ ഉണ്ടല്ലോ നല്ല തെറിക്കുന്നുണ്ട്, തെറിക്കൽ കൂടും. അപ്പം ടാസ്ക് കൂടിക്കൂടി വരികയാണ്. എന്നാലും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഉരുക്കി വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ ഇളക്കുന്ന ഉമ്മ കേട്ടോ. ഞാൻ എന്തായാലും ഇളക്കലിന് രാജിവെച്ച്, ഇനി ആവൂല, നല്ല തെറിക്കലാണ്. വെല്ലം നമ്മൾ അരിച്ചതാട്ടോ. വെല്ലം ഒഴിച്ചപ്പം തെറിക്കൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനിയിപ്പോ ഇനി അങ്ങോട്ട് ഇതുപോലെ നല്ല ഇളക്കി കൊടുക്കുക. എന്താണ് വെല്ലം കൂടെ വന്നപ്പോ നല്ല മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇളക്കിയിട്ട് നമ്മളെ വെല്ലത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ എത്രയാണ് ചക്ക എടുക്കുന്നത് അതിനനുസരിച്ച് വെല്ലം ഇട്ടാൽ മതി. ഇപ്പൊ കണ്ടോ, വെല്ലം ഇങ്ങനെ ഇളക്കുന്ന അനുസരിച്ച് ഇതിങ്ങനെ മിക്സ് ആകുന്ന അനുസരിച്ചാട്ടോ വെല്ലം ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ ആ കളർ മാറി ഇങ്ങനെ വരുന്നുണ്ട്.
അപ്പം ഇത് എന്താ പറയാ, ഇനി ഇങ്ങനെ ഇളക്കി 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 ഇതിങ്ങനെ കുറുകി വരും. നമ്മൾ ഈ ഉരുളി ഇപ്പൊ കുറച്ച് നിറഞ്ഞിട്ടുള്ളത്, അതൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. നമ്മൾ ലേഹ്യമൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെ ഇനി ഈ ചക്ക വരട്ടലൊക്കെ ഇനി ഇങ്ങനെ കുറുകി കുറുകി വന്ന്, അപ്പൊ അതിനനുസരിച്ച് നമ്മളെ ഇളക്കുമ്പോൾ ടൈറ്റും കൂടും കേട്ടോ. നല്ല തെറിക്കുന്നുണ്ട് ഇപ്പൊ. ടൈറ്റ് കൂടി കൂടി ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കുറുകി ഇങ്ങനെ കിട്ടും. അത് വരെ നമ്മള് ഉരുളിയിൽ പിടിക്കാതെ ഇങ്ങനെ ഉരുളിയിൽ പോന്ന് വേറെ ആയി കിട്ടുന്ന പോലെ വരും. അപ്പൊ അത് വരെ ഇങ്ങനെ ഇളക്കണം. അങ്ങനെ ഞാൻ ഇളക്കിയാല് പ്രശ്നം, ഞാൻ കുറച്ചേരൊക്കെ ഇളക്കി, ആദ്യമൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ കൂടുമ്പോൾ നമ്മള് ഇളക്കാൻ കറക്റ്റ് അറിഞ്ഞിട്ടില്ലെങ്കിൽ ചക്ക സ്പീഡിൽ ഇളക്കിയിട്ട് ഉരുളിക്ക് പുറത്തു പോകുന്നുണ്ട്. അതാ ഞാൻ മാറിയുന്നത് കേട്ടോ. അപ്പം എന്നാലും നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ സഹായിച്ചു കൊടുക്കണം. ഒരാളെന്നെ ഇളക്കി കഴിയുമ്പോൾ കൈ ഇങ്ങനെ കടഞ്ഞു പോകും, ആ ഒരു പ്രശ്നമുണ്ട്. കുറച്ചിങ്ങനെ തീ കൂടുന്നതനുസരിച്ച് കുറച്ച് കൊടുക്കണം. എന്നിട്ട് കുറയുമ്പോൾ വീണ്ടും തീ ഇങ്ങനെ കൂട്ടിയെടുക്കണം. അങ്ങനെ വേണം തീ ചെയ്യാൻ. അപ്പൊ ചക്ക ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും പോരാ, ഉരുളിയിൽ ഇങ്ങനെ വിട്ട് വരുന്നവരെ നമ്മള് കുറുക്കി ഇങ്ങനെ കൊണ്ടുവരണം. അപ്പൊ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് നല്ല നാടൻ നെയ്യാണ്. നാടൻ നെയ്യ് ഒഴിച്ചാൽ നല്ല രുചി ഉണ്ടാവും. നാടൻ നെയ്യ് ഇങ്ങനെ ഇത്രയല്ല, ഇടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. കുറുകുന്ന അനുസരിച്ച് ഈ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു തുടങ്ങാം. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. ഇങ്ങനത്തെ നെയ്യാകുമ്പോഴേ കുറച്ചുകൂടെ രുചി കൂടും കേട്ടോ. ഇതിന്റെ ആ രുചി വരുന്നത് നല്ല നെയ്യിന്റെ ടേസ്റ്റ് വേറെ തന്നെ അല്ലേ. പുറത്തുനിന്ന് വാങ്ങിച്ച നെയ്യൊന്നും ഒഴിച്ചാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. ഇനിയും ഒരു 1.5 മണിക്കൂർ ഇളക്കേണ്ടി വരില്ല അമ്മ. അത്ര സ്പീഡ്, നമുക്ക് കൂടുതൽ ചക്ക ഉള്ളതുകൊണ്ടേ അത്ര പെട്ടെന്ന് കുറുകി കിട്ടൂല. അങ്ങനെ നമ്മളെ ചക്ക വരട്ടിയതായിട്ടോ. ഇപ്പൊ നല്ല ടൈറ്റായി കുറഞ്ഞും ചെയ്തിട്ടോ. ഉരുളി ഫുള്ളുള്ളത് ഇപ്പോ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാം, അല്ലെങ്കിൽ അടി പിടിക്കും. നമ്മൾ ഇറക്കിക്കൊണ്ടേ നിൽക്കണം, ഈ അടി പിടിച്ചു പോകും. അപ്പൊ നല്ല അടിപൊളി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ കളറിൽ ചെറിയൊരു വ്യത്യാസം, നമ്മൾ എടുക്കുന്ന വെല്ലം അനുസരിച്ചിരിക്കും. നമ്മൾ കുറച്ചുകൂടെ കറുപ്പ് വെല്ലം എടുത്താൽ ഒന്നുകൂടെ നിറം ഉണ്ടാവും. ഇത് നമ്മളൊരു അധികം ചുവപ്പ് വെല്ലം, നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കുന്ന അങ്ങനത്തെ വെല്ലാട്ട് എടുത്തത്, അതുകൊണ്ടാണ് ഈ ഒരു നിറം. ഇനി നമുക്ക് വേഗം അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കല്ലേ. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കല്ലേ. അതിനിടയ്ക്ക് 2-3 തവണ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല നെയ്യിന്റെ മണം ഉണ്ടല്ലോ, ഉഷാറായിട്ടുണ്ട്. ഇനി വേഗം ഇറക്കി വെക്കാം. അപ്പൊ ചക്ക വരട്ടിയത് തണുക്കാൻ വേണ്ടി വെച്ചതാണ്. നല്ല തണുത്തിട്ടാണ് നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റുക. അപ്പൊ കുറച്ചെടുത്ത് ടേസ്റ്റ് നോക്കണ്ടേ. കറക്റ്റ് കേട്ടോ, അങ്ങനെ കിട്ടണം. കഴിച്ചോട്ടെ. ചൂടുണ്ട്, നല്ല മധുരമുണ്ട്. പൊളിയില്ല, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാ വർഷവും ചക്ക വരട്ടാറുണ്ട്. ഇപ്രാവശ്യം കുറച്ച് നേരത്തെയാണ്. അധികം ഇത് വരട്ടിയത് നമുക്ക് എത്ര കാലം വേണം എടുത്തു വെക്കട്ടോ. അടുത്ത ചക്ക സീസൺ ആണ് വരെയൊക്കെ നമുക്ക് ഈ ചക്ക എടുത്തു വെക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വരട്ടി വെക്കുന്നത്. അപ്പം നമ്മള് ഇപ്രാവശ്യം കുറച്ച് നേരത്തെ നല്ല ചക്ക, നമ്മൾ ഫസ്റ്റത്തെ ചക്കനെ നമുക്ക് നല്ല ചക്കയായിട്ട് കിട്ടി. നല്ല ചക്ക എന്ന് പറയുന്നത് നല്ല മധുരവും കറക്റ്റ് പഴുപ്പൊക്കെ ആയ ചക്കയാണ് നമ്മൾ ഇതുപോലെ ചക്ക വരട്ടാനൊക്കെ എടുക്കുക. പിന്നെ ഇങ്ങനെ വരട്ടി വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് എടുത്ത് പായസം ഉണ്ടാക്കാം. പിന്നെ ഞങ്ങൾ അധികം രാവിലെ നമ്മൾ കാപ്പി കുടിക്കുന്നതിന്റെ കൂട്ടത്തിൽ കാപ്പിക്ക് ഇതുപോലെ ചക്ക വരട്ടി എടുത്ത് കഴിക്കും. അപ്പൊ പറ്റുന്ന എല്ലാവരും നല്ല ചക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ, കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളെ വീഡിയോ കണ്ടാൽ അറിയാം, നമുക്ക് ഇത് ഇളക്കി ഇങ്ങനെ ചക്ക വരട്ടി എടുക്കൽ കുറച്ച് പണിയുള്ള കാര്യം. കുറച്ച് ബുദ്ധിമുട്ടിയാലും നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഇതുപോലത്തെ ചക്ക വരട്ടിയൊക്കെ കഴിക്കാം. അപ്പൊ എന്നാ വീഡിയോ ഇവിടെ നിർത്തട്ടെ. ഞങ്ങൾക്ക് ഇത് അധികം ഒന്നും എടുത്തു വെക്കണ്ടല്ല, പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ബിഹമോൾ ഞാനിത് തിന്നു തീർക്കും.